ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000-ഓളമായി. ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ സെയ്ഷൽസിലേക്ക് തിരിക്കും. സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാവും. വിശദാംശങ്ങളിലേക്ക്. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിൽ സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുകയും അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സെയ്ഷൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. സെയ്ഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമനിയുമായും അദ്ദേഹം ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ വശങ്ങളും അവലോകനം ചെയ്യുന്നതിനൊപ്പം പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ നേതാക്കൾ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും. 2015 പ്രധാനമന്ത്രി ഇതിനു മുൻപ് സെയ്ഷൽസ് സന്ദർശിച്ചത്. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 കപ്പലുകളും സെയ്ഷൽസ് ദേശീയ ദിന പരേഡിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര MSME മന്ത്രി ജിതിൻ റാം മാഞ്ചി, സഹമന്ത്രി ശോഭ കരന്ദിലജെ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. രാജ്യത്തെ MSME മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ നടക്കുന്ന ചടങ്ങിലാണ് പദ്ധതിക്ക് തുടക്കമിടുക. ഡ്രൈവർമാർക്ക് പരമാവധി സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന സീറോ കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമുൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകളിൽ ക്രമക്കേട് നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ 8 പ്രതികളെയും തിങ്കളാഴ്ച വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. തിങ്കളാഴ്ച പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. പ്രതികളിൽ നിന്ന് ആകെ 79,85,000 രൂപ കണ്ടെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ പൊതുപ്രവർത്തകരും സർക്കാർ ജീവനക്കാരും SBI ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ സെൻസസ് 2027ന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്.
രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ-UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പരമ്പരാഗത വ്യാപാരത്തിനപ്പുറം സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, പ്രതിരോധം, സംസ്കാരം തുടങ്ങിയ മേഖലകളെയും ഇന്ത്യ-UK പങ്കാളിത്തം ഉൾക്കൊള്ളുന്നുവെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. UK agreement is a template which is very comprehensive. It's not only about tariffs and rules of origin. It's not only about trade in goods and services. It's about collaborations in technology, in education, culture, the arts. It is focused on bringing the best of both countries to each other. It's a fair, equitable, very balanced agreement. ഭൂകമ്പം തകർത്ത വെനീസ്വലയ്ക്ക് കൈത്താങ്ങായി ഇന്ത്യ. ഓപ്പറേഷൻ അമിസ്റ്റാദ് രക്ഷാദൌത്യം ആരംഭിച്ചു. ദൌത്യത്തിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികളും 41 അംഗരക്ഷാ പ്രവർത്തകരുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ വെനീസ്വലയിലേക്ക് തിരിച്ചു. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സംഘം ആവശ്യമായ പിന്തുണ നൽകും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലൻ സർക്കാരിനും ജനങ്ങൾക്കുമൊപ്പം ഇന്ത്യ തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം വെനീസ്വലയിൽ ഉണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 920 ഉയർന്നു. 3000-ഓളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണ്. ദുരന്ത സമയത്ത് ഇന്ത്യ പ്രഖ്യാപിച്ച ഐക്യദാർഢ്യത്തിനും അടിയന്തര സഹായങ്ങൾക്കും ഇടക്കാല പ്രസിഡന്റ് റോഡ്രിഗസ് നന്ദി അറിയിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യയിലെയും വെനീസ്വലയിലെയും ജനങ്ങൾക്കിടയിലുള്ള ശക്തമായ സഹകരണത്തിന്റെ പ്രതീകമാണ് ഈ സഹായമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇറാന് നേരെ ശക്തമായ ആക്രമണം നടത്തി അമേരിക്ക. ഹോർമുസ് കടലിടുക്കിൽ ചരക്കു കപ്പലിന് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് ഈ നടപടിയെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇറാന്റെ മിസൈൽ, ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളും തീരദേശ റഡാർ സംവിധാനങ്ങളുമാണ് US സെൻട്രൽ കമാൻഡ് ലക്ഷ്യമിട്ടത്. അതേസമയം അമേരിക്കൻ ആക്രമണത്തിന് ഇറാൻ നൽകുന്ന മറുപടി നിർണായകമായിരിക്കുമെന്ന് ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം അൽ ഫിഖാർ മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഒമാൻ തീരത്ത് ഒരു കണ്ടെയ്നർ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായി ബ്രിട്ടീഷ് സൈന്യവും സ്ഥിരീകരിച്ചു. ഇസ്രയേലും ലെബനനും തമ്മിൽ സുസ്ഥിരമായ സമാധാനവും സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള കരാറിന് രൂപരേഖയായി. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ചരിത്രപരമായ കരാർ രൂപീകരിച്ചതെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ഹിസ്ബുള്ള എല്ലാവിധ ആക്രമണങ്ങളും അവസാനിപ്പിക്കുന്നതിനും തെക്കൻ ലെബനിൽ നിന്ന് പിന്മാറുന്നതിനും വിധേയമായിട്ടായിരിക്കും നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാർ നടപ്പാക്കുക. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ 7-1 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ നാളെ ഇംഗ്ലണ്ടിനെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് I മത്സരത്തിൽ നോർവേക്കെതിരെ ഫ്രാൻസിന് ജയം. 1-4 ഗോളുകൾക്കാണ് ഫ്രാൻസിന് ജയം. ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച ഫ്രാൻസ് 9 പോയിന്റുമായി നോക്കൌട്ട് റൌണ്ടിലെത്തി. അതേസമയം ആദ്യ 2 മത്സരങ്ങൾ ജയിച്ച നോർവേയും നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടന്നു. ഗ്രൂപ്പ് Iയിലെ മറ്റൊരു മത്സരത്തിൽ ഇറാഖിനെ തകർത്ത് സെനഗൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യത നിലനിർത്തി. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 മത്സരങ്ങളും തോറ്റ ഇറാഖ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഗ്രൂപ്പ് Hൽ കേപ്പ് വെർദെ, സൗദി അറേബ്യ, ഉറുഗ്വേ, സ്പെയിൻ മത്സരം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000-ഓളമായി. ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.